4.25 സെന്റ് സ്ഥലത്തായിട്ട് 1491 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് 4.25 സെന്റ് സ്ഥലമാണെന്ന് പറഞ്ഞു. സൗത്ത് സൈഡിലായിരുന്നു നമ്മൾ ഈ ഒരു റോഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു 4.25 സെന്റ് സ്ഥലമായതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് അവിടെ 3 ബെഡ്റൂം, ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് 2 ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂം എന്നതായിരുന്നു റിക്വയർമെന്റ്. 4.25 സെന്റ് സ്ഥലത്ത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ചെയ്യുന്ന സമയത്ത് വീടിൻ്റെ മുറ്റം കുറഞ്ഞു പോകാനൊരു സാധ്യത എപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ ചെയ്തു വന്ന സമയത്ത് ഫ്രണ്ടിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു 4 മീറ്റർ ആവറേജ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഫ്രണ്ടേജ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം സെറ്റ് ചെയ്യാനും ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അറേഞ്ച്മെന്റ് വീടിന്റെ പ്ലാനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീടിന്റെ ഒരു കോർണറിലേക്കായിട്ട് കയറി വരുന്ന ഫസ്റ്റ് കോർണറിലായിട്ട് നമ്മൾ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു ലിവിങ്, അത്യാവശ്യം പ്രൈവസി ഉള്ള, വീടിന്റെ അകത്തേക്ക് കൂടുതൽ കാഴ്ചയില്ലാത്ത രീതിയിലുള്ള ഒരു ലിവിംഗ് റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് റൂമിൽ നിന്ന് നേരെ നമ്മൾ കയറുന്നത് ഒരു ഫോയർ കം ഡൈനിങ് സ്പേസിലാണ്. ഈ ഒരു ഫോയർ അതേപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ വീടിന്റെ കോമൺ ആയിട്ട് വരുന്ന ബെഡ്റൂംസിലേക്കും അതേപോലെ തന്നെ സ്റ്റെയർസിലേക്കും അതേപോലെ കിച്ചണിലേക്കുള്ള എല്ലാ ആക്സസ് വരുന്നത്. ഈ ഒരു ഡൈനിങ്ങിന്റെ ഒരു എൻഡിൽ ഒരു ഓപ്പോസിറ്റ് എൻഡിലായിട്ടാണ് നമ്മൾ സ്റ്റെയർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിനെ ഡൈനിങ്ങിന്റെ അടുത്തുനിന്ന് പുഷ് ചെയ്യാനുള്ള പ്രധാന കാരണം ഡൈനിങ്ങിൽ നമുക്ക് കൂടുതൽ സ്പേസ് പോകാതിരിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. അപ്പോൾ നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് 410x310 ആണ് സൈസ് വരുന്നത്. അത് നമ്മൾ അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊരു ബേ വിൻഡോയും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ബെഡ്റൂം എന്ന് പറയുന്നത് ഡൈനിങ്ങിനോട് കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. 350x300 സൈസ് വരുന്ന രീതിയിലാണ് നമ്മൾ സെക്കൻഡ് ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. അതും ഇതേപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാണ്. പിന്നെ ഡൈനിങ്ങിനോട് കണക്റ്റഡ് ആയിട്ട് നമ്മൾ ചെറിയൊരു കോമൺ ടോയ്ലറ്റും കൂടെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയ പ്ലോട്ട് ആയതുകൊണ്ടും ചെറിയ വീടായതുകൊണ്ടും തന്നെ നമുക്ക് അവിടെ വലുപ്പം കൂടുതൽ തോന്നിക്കാനായിട്ട് നമ്മളവിടെ ഓപ്പൺ കിച്ചൺ ആണ് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഡൈനിങ്ങും അതേപോലെ തന്നെ കിച്ചണിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൂടുതൽ സ്പേസ് ഫീൽ ചെയ്യാനും അതേപോലെ ഏരിയ കൂടുതലുള്ള പോലെ തോന്നാനും കൂടെ ആ ഒരു ഏരിയ നമുക്ക് അവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ആവുന്നത് നമ്മളൊരു വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെറ്റ് കിച്ചൺ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു സ്പേസിൽ നിന്നാണ് വീടിൻ്റെ പുറത്തേക്ക് എക്സിറ്റ് വരുന്നത്. പിന്നെ നമ്മൾ സ്റ്റെയർ കേസ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കൂടുതൽ സ്പേസ് ഒരു ഫോയറിനോ അതല്ലെങ്കിൽ ഒരു അപ്പറിലേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു പാസിംഗ് ഏരിയ മാത്രമാണ് അവിടെ കൊടുത്തത്. അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെന്നെത്തുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ബെഡ്റൂം, ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിന്റെ സെയിം സൈസും സെയിം സ്പെക്കും തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഒരു ബെഡ്റൂമിന് വരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മളൊരു വലിയൊരു ബാൽക്കണി, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാൽക്കണി ആ ഒരു ബെഡ്റൂമിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാത്റൂമും ഇതേപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ കോമൺ ആയിട്ട് നമ്മൾ ചെറിയൊരു ബാൽക്കണി വീടിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെറിയൊരു റൂഫ് ഗാർഡൻ സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് ഒരാൾ വീട് നോക്കുന്ന സമയത്ത് ചെറിയൊരു വീട് പോലെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഓപ്പൺ ഏരിയാസിൽ ഇതേപോലെ ബാൽക്കണി കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. 4.25 സെന്റ് സ്ഥലമാണെങ്കിലും വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ 1500 സ്ക്വയർ ഫീറ്റുള്ള വീടാണെന്നോ അതിലേക്ക് ചെറിയ വീടാണെന്നോ ഒരിക്കലും തോന്നാത്ത രീതിയിലാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളതും എല്ലാ അറേഞ്ച്മെന്റ്സ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളതും.